ഘട്ടത്തിലെത്തി വീണ വിജയന്റെ വീട്ടിൽ ഇ ഡി എന്തിന് പരിശോധന നടത്തി എന്ന് നമ്മൾ അറിയണം. കരിമണൽ ഖനന കമ്പനിയായ CMRലും അതിന്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്തയും ഈ കരിമണൽ കർത്താവിന് പറ്റി കേരളത്തിൽ സിസ്റ്റമാറ്റിക്കലി കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച രേഖകളിൽ സമ്മതിച്ചിട്ടുണ്ട്. 2014 വീണ വിജയൻ ആരംഭിച്ച എക്സലോജിക് എന്ന കമ്പനിക്ക് കരിമണൽ കർത്തയുടെ തന്നെ EICIPL എന്ന കമ്പനി 25 ലക്ഷം രൂപ കടമായി കൊടുക്കുന്നു. ഇത് വീണ വിജയൻ തിരിച്ചടച്ചിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു പിന്നാലെ വീണ്ടും ഒരു 25 ലക്ഷം കൂടി എക്സലോജിക്കിന് കൊടുത്തു. അടുത്തതായി CMRL വീണ വിജയനുമായി ഡിസംബർ 2016 വ്യക്തിഗത കരാറുണ്ടാക്കി അവരെ കൺസൾട്ടന്റായി നിയമിക്കുന്നു. ഈ കരാർ പ്രകാരം മാസം 5 ലക്ഷം രൂപ വീണ വിജയന് എല്ലാ മാസവും CMRLൽ നിന്നും ലഭിക്കാൻ തുടങ്ങി. അടുത്തതായി എക്സലോജിക്കുമായി 2017 മാർച്ചിൽ ഒരു സോഫ്റ്റ്വെയർ മെയിന്റനൻസിന് കരാറുണ്ടാക്കുന്നു. ഇതുപ്രകാരം 3 ലക്ഷം രൂപ മാസം ലഭിച്ചു തുടങ്ങി. ഇനി ഈ കരാർ എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി പറയുന്നത് കേൾക്കൂ. CMRL ഉപയോഗിക്കുന്ന 4 സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. ഇതിന്റെ സംശയമുണ്ടോ? എക്സലോജിക്കും വീണയും പണം വാങ്ങിയെങ്കിലും ഒരു സർവീസും CMRLന് ചെയ്തിട്ടില്ല. ഇനി ഈ പണം ഉപയോഗിച്ച് EICIPLൽ നിന്നും കടമെടുത്ത പണം തിരിച്ചടക്കുകയും ചെയ്തു. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRLന്റെ പണം ഒരു മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രിയുടെ ഭാര്യയുമായിരുന്ന വീണ വിജയന് നൽകുകയും ആ പണത്തിന്റെ ഒരു വിഹിതം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ EICIPLലേക്ക് ടണൽ ചെയ്യുകയും ചെയ്തു. ഇതാണ് കേസ്. ഇതിന് മതിയായ രേഖകളുമുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. വീണ വിജയന്റെ വീട്ടിൽ ED എന്തിന് പരിശോധന നടത്തി എന്ന് നമ്മൾ അറിയണം.